ആൻഡ് ഇതാണ് മോട്ടർ. ഇത് ഏകദേശം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 800,000 രൂപയ്ക്കകത്ത് കൂട്ടിക്കോ. കലക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പം ഇതിനകത്ത് ഫിഷ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെയാണ് നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആദ്യമേ വരുന്ന വെള്ളം കണ്ടോ, ഫില്ല വരുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഒരു അഴുക്കാണ് ഈ വരുന്നത്. നമുക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഈ വരുന്ന അഴുക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മാത്രം ഊരിയാൽ മതി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വേറെ എങ്ങും പുതിയതായിട്ടെങ്ങും നമ്മൾ പോയിട്ടില്ല. ഇന്ന് വീട്ടിലുള്ള ചെറിയൊരു പരിപാടിയാണ്. അത് നമ്മുടെ ഒരു പോൺ ഫിൽറ്റർ ഉണ്ടല്ലോ, നമ്മൾ പടുവേ വെച്ചിരുന്ന പോൺ ഫിൽറ്ററിൻ്റെ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്യുന്നത് മുതൽ ഇത് എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണാൻ ശ്രമിക്കാം. പിന്നത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ തൊടി ഓൾറെഡി നമ്മളൊരു മൊത്തത്തിൽ ക്ലീൻ ചെയ്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഉടനെ ഇറക്കിയിട്ടില്ല. തൊടി ഫസ്റ്റ് നമ്മൾ അതാണ് ഫുള്ളും ക്ലീൻ ചെയ്തത്. പിന്നെ ഇപ്പം രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പോൺ ഫിൽറ്ററാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഫിഷിനെ ഇറക്കാനുള്ള പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരത്തു നിന്നൊക്കെ ഫിഷ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു 3-4 ദിവസം മാക്സിമം നമ്മൾ ക്വാറന്റൈൻ ചെയ്യണം. അതിനുശേഷമായിരിക്കും നമ്മൾ ഫിഷിനെ സെയിൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം പക്ക സെറ്റായിരിക്കണം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ പടുതയ്ക്കകത്താണ് കൂടുതലും നമ്മൾ ഫിഷിനെ ഇറക്കാനുള്ള പരിപാടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഫുള്ളും ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ നിറവും ഇത് നമ്മൾ ചെറിയൊരു ഡ്രമ്മ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിലെ നിറവും നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ഇവിടെ 2 ഹോള് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഫില്ലാകുമ്പോഴത്തേക്ക് ഓവർഫ്ലോ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് പടുതയ്ക്കകത്ത് വീഴാനുള്ള കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു 2, 3, 4, 3 അങ്ങനെയൊക്കെ ആക്കാം. അത് നമ്മളെ ഈ എടുക്കുന്ന മോട്ടറിനനുസരിച്ചായിരിക്കും കേട്ടോ. ഇത് ഏകദേശം ഒരു 2 ഫീറ്റ് 3 ഫീറ്റിനകത്ത് വരെ വെള്ളം ഓവർഫ്ലോ ആവും. ഞാനൊരു മോട്ടറാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 800 എണ്ണങ്ങായി ഞാൻ മേടിച്ചപ്പം, 800-900 എണ്ണങ്ങായി. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എൻഡാണ് കേട്ടോ ഇത് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു അഴുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എൻഡ് അപ്പാണ് കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തുറക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം ആകുമ്പം ഒരു മാസത്തിൽ 2 വട്ടം ക്ലീൻ ചെയ്യണമെന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് മുതൽ നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളിതിനകത്ത് വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിടാനുള്ള നമ്മുടെ മെറ്റിൽ സഹിതം. അപ്പോൾ ഇതിനകത്ത് കൂടുതലും മെറ്റിലാണ്. വേണമെന്നുള്ളവർക്ക് അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഓടോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് വരേണ്ടത്, അപ്പം കറക്റ്റ് നമ്മളൊരു ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ വെള്ളം ഇതിനകത്താണ് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഇത് അതിനകത്തോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം ഓവർഫ്ലോ ചെയ്ത് സർക്കിളായിട്ട് തന്നെ വെള്ളം ചുറ്റിക്കണം. അപ്പം ഇരിക്കുന്ന അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒബ്സർവായിട്ട് നേരെ ഏറ്റവും ടോപ്പ് നിന്നിട്ട് ആ ഒരു ക്ലീനായ വെള്ളമാണ് നമുക്ക് ഇതിനകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു പടുതയ്ക്കകത്തോട്ട് വീഴുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു ബേസൺ എന്ന് പറയുമ്പം ഇതൊരു പഴയ ബേസൺ, ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസൺ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഏറ്റവും എൻഡിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ നമുക്ക് ഈ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ സോഫ സെറ്റ് വെക്കാനുള്ള സ്പോഞ്ച് ഐറ്റംസ് ഇല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്പോഞ്ചാണ് കേട്ടോ, ഡയറക്റ്റ് ഇതിന് ഫസ്റ്റ് ഒന്ന് വീഴുന്നതാണ്. അപ്പം ഇങ്ങനത്തെ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നെറ്റ് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സോഫ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ചോയ്സാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അടുത്ത നമ്മൾ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് നമ്മളൊരു ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്യാപ്പ്, ഇപ്പോൾ ഈ നെറ്റ് ഇട്ടേക്കുന്നത് ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഒരു ലെവൽ വരെ നിങ്ങളിത് ഈ ഒരു മെറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് അടുത്തൊരു രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ സെയിം നെറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ സോഫ സെറ്റ് ഇല്ലേ, സോഫയുടെ ആ ഒരു വേസ്റ്റൊക്കെ കളയുന്നത്, അപ്പോൾ ആ ഒരു ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പിന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓട്, ഇപ്പോൾ ഞാനിപ്പം കൂടുതൽ ഇട്ടേക്കുന്ന മെറ്റിലാണ് കേട്ടോ. മെറ്റിലില്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണായിട്ട് തന്നെ ഇടാം. അതുപോലെ നമ്മൾ
ഓടിൻ്റെ പീസുണ്ട്, അതുപോലെ കക്കരി നമ്മളൊരു പ്ലാക്ക് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇതൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ഇതായിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഫുള്ളും സെറ്റ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് വെള്ളം നല്ലപോലെ കുറച്ച് നേരത്തേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ കൂടുതലായി വെള്ളം ചെറുതായിട്ടൊരു കലക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം കറക്റ്റ് പ്യുവറായിട്ട് ക്ലീനായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സൈഡിൽ തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതലും മെറ്റിലും പിന്നെ വീണ്ടും അടുത്തൊരു നെറ്റും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പം 2-3 പാറ്റേണായിട്ടാണ് ഞാൻ നെറ്റും അതുപോലെ ഈ ഒരു മെറ്റിൽ മാത്രമേ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇടുമ്പോൾ കറക്റ്റ് എല്ലാ ഗ്യാപ്പും നോക്കി ഇടണം കേട്ടോ. ബേസ് ഇതേപോലത്തെ ചെറിയ ബേസ് നല്ല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ഈ പൈപ്പ് നിങ്ങൾക്ക് മേടിക്കുക, പൈപ്പ് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. പിന്നെ വെച്ചിരുമ്പം മോട്ടർ. അപ്പോൾ ഞാൻ മോട്ടർ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതാണ് മോട്ടർ. ഇത് ഏകദേശം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 800,000 രൂപയ്ക്കകത്ത് കൂട്ടിക്കും, 1000 രൂപയ്ക്കകത്ത് വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ഓസ് കണക്ട് ചെയ്തിട്ടാണ് അതിനകത്തോട്ട് ഏറ്റവും ടോപ്പിൽ കണക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടുതയിലോട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് വെള്ളം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പടുതയ്ക്കകത്ത് വെള്ളമില്ല, എന്ന് വെച്ചാൽ ഫിഷ് ഇപ്പോൾ നമ്മൾ എടുത്തില്ല, അതുകൊണ്ടാണ്. ഫിഷ് നമ്മൾ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് യൂസ് ചെയ്യാമായിരുന്നു. അപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും കൊതുക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പണിയാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പം വെള്ളം ഫില്ല് ചെയ്യാതെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു എൽബോ ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പൈപ്പ് ഉണ്ടോ, ഈ മോട്ടറിൻ്റെ ഈ വരുന്നൊരു കണക്ടർ ഡയറക്റ്റ് ഇതിനകത്തോട്ടൊന്ന് കണക്ട് ചെയ്യുക. കേട്ടോ, മുമ്പൊക്കെ ഫിഷ് കിടന്ന് നിറഞ്ഞൊരു പടുതക്കോളമാണ് ഇപ്പോൾ കാലിയായിട്ട് നടക്കുന്നത്. അപ്പം ടെൻഷൻ അടിക്കേണ്ട, ഫിഷുകളൊക്കെ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ആണ്, സോറി സ്വിച്ച് ഓണാവുന്നില്ല, സ്വിച്ച് ഓണായി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് വെള്ളം പാസ്സാവുന്നുണ്ട്. വെള്ളം പോകും, ഈ ഇല കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. ഈ ഷീറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കും. ജസ്റ്റ് ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഇരട്ടി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളവും ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ വേണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പം നല്ലപോലെ കലക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പം ഇതിനകത്ത് ഫിഷ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെ നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആദ്യമേ വരുന്ന വെള്ളം കണ്ടോ, ഫില്ലായി വരുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഒരു അഴുക്കാണ് ഈ വരുന്നത്. അത് ഒരു ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ഡയറക്റ്റ് ഇപ്പോൾ വേണ്ടിട്ടാണ് ഓടിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വെള്ളം, അപ്പോൾ ഇതിനകത്ത് ഫില്ലാകുന്ന വെള്ളം ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് മെഷീൻ നമ്മൾ മോട്ടർ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഈ ഇരിക്കുന്ന അഴുക്കുവെള്ളം നമുക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഒരു സമയത്ത് ഈ വരുന്ന അഴുക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മാത്രം ഊരിയാൽ മതി.
ഇത്രയുള്ള സംഭവം. തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് ഇത് MDF ഇട്ട് അടയ്ക്കാവുന്ന കേസുള്ളത് ഇത്രയുള്ള സംഭവം. അപ്പം ഇത് ചുരുങ്ങിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഇതൊന്നും ചെയ്യേണ്ട ഇതില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ½ hour ഇല്ലെങ്കിൽ 1 hour ആകുമ്പോൾ തന്നെ വെള്ളം ഓൾമോസ്റ്റ് ക്ലീൻ ആയിക്കോളും. ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മോട്ടറാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്കാണ്. ഇതത്ര 1400 MRP ആണ്. MRP റേറ്റ് ഒന്നല്ലായിരിക്കും കേട്ടോ. AC 1.5. അപ്പോൾ എനിക്ക് എമൗണ്ട് എനിക്ക് കറക്റ്റ് ഊഹമില്ല, ഏകദേശം ഒരു 900 ഉണ്ടെന്നാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഡെമോ ആണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ പറയുമ്പം നമ്മുടെ ഫിഷൊക്കെ വരുമ്പോഴുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കണ്ടോ ഫുള്ളും കാലിയാണ്, പക്ഷേ ഫിഷ് വരുമ്പോഴത്തേക്ക് മൊത്തം നിറഞ്ഞിവിടെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം ഉടൻ തന്നെ വരുന്നതാണ്. നമ്മൾ ഫിഷ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടും.